ഹായ് ഫ്രണ്ട്സ്, സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആയ ലീനിയർ റിഗ്രഷൻ ആൻഡ് ലോജിക്കൽ റിഗ്രഷൻസ് എന്താണെന്ന് നമുക്ക് ഇന്നൊരു കഥയിലൂടെ പഠിച്ചാലോ? ഒരിക്കലേ ഡാറ്റാവില്ല എന്ന തിരക്കേറിയ നഗരത്തില് രണ്ട് അത്ഭുതകരമായ യന്ത്രങ്ങൾ ജീവിച്ചിരുന്നു. ആരൊക്കെയെന്നോ? ലീനിയർ ദി പ്രെഡിക്റ്ററും ലോജിക്കൽ ദി ക്ലാസിഫയറും. അതില് നമ്മുടെ ലീനിയർ സംഖ്യകളെ പ്രവചിക്കാനുള്ള കഴിവിന് പേരു കേട്ട ലളിതനായൊരു വ്യക്തിയായിരുന്നു. ഈ വളരുന്ന മരങ്ങളുടെ ഉയരം വരെ പ്രവചിക്കുമത്രേ. എങ്ങനെയെന്നോ? മരങ്ങളുടെ കാലക്രമേണയുള്ള ഡാറ്റാ പോയിന്റുകൾ കാണിച്ചാല് അവയിലൂടെ ഒരു നേർരേഖ വരച്ച് ഭാവിയിൽ ആ മരത്തിന് എത്ര ഉയരം ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ അവന് കഴിയുമായിരുന്നത്രേ. പക്ഷെ നമ്മുടെ ലോജിക്ക് അങ്ങനെ ആയിരുന്നില്ല. അവള് കുറച്ചുകൂടെ സൂക്ഷ്മതയുള്ളവളായിരുന്നു. അവൾക്ക് ലീനിയറിന്റെ പ്രവൃത്തികൾ അത്ര അങ്ങോട്ട് ഇഷ്ടമായിരുന്നില്ല. അവൾ കാര്യങ്ങളെ തരംതിരിച്ച് കാണുന്നതിലായിരുന്നു താല്പര്യം കാണിച്ചിരുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളൊരു പൂച്ച, നായ, മുയല് അങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്താൽ അതിനെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ അവൾക്ക് പെട്ടെന്ന് സാധിക്കുമായിരുന്നത്രേ. ഒരു ദിവസം അടുത്തുള്ള ലേണിംഗ് അക്കാദമിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു പ്രധാന പ്രശ്നവുമായിട്ട് ഡാറ്റ വില്ലയിലെത്തി. അവരുടെ പരീക്ഷയ്ക്ക് അവസാനമായിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. അവർക്ക് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് അറിയണമായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു അവർ ഡാറ്റാവില്ല എന്ന ഈ കൊച്ചു നഗരത്തിലേക്ക് വന്നത്. ഡാറ്റാവില്ലയിലേക്ക് എത്താനുള്ള മെയിൻ കാരണം നമ്മുടെ ലീനിയറും ലോജിക്കും തന്നെയായിരുന്നു. അവരങ്ങനെ നടന്ന് ലീനിയറിന്റെ അടുത്തെത്തി. ലീനിയറിനെ കണ്ടതും വളരെ സന്തോഷത്തോടെ അവർ ചോദിച്ചു, ഹലോ ലീനിയർ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കാമോ? ഞങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ പഠിക്കുന്നു. ഞങ്ങളുടെ പരീക്ഷയിൽ ഞങ്ങൾക്ക് അത്ര മാർക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമോ? വളരെ ഉത്സാഹത്തോടെ അവരെ സഹായിക്കാൻ തീരുമാനിക്കുകയും അവരുടെ പഠന സമയവും മുൻ പരീക്ഷയിലെ മാർക്കുകളും എല്ലാം ലീനിയർ ശേഖരിച്ചു. എന്നിട്ട് ആ ഡാറ്റാ പോയിന്റുകൾ അവന്റെ ഡിജിറ്റൽ വെബ്സൈറ്റിലേക്ക് പോർട്ട് ചെയ്ത് അവയിലൂടെ ഒരു നേർരേഖ വരച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പഠന സമയത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ യഥാക്രമം 78, 92, 65 മാർക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. ലീനിയറിന്റെ മറുപടി കേട്ടതും വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലോജിക്ക് അതുവഴി പുഞ്ചിരിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾക്ക് പരീക്ഷയിലെ മാർക്ക് മാത്രം അറിഞ്ഞാൽ മതിയോ? നിങ്ങൾ പാസ്സാവുമോ തോൽക്കുമോ എന്ന കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? അത് കേട്ടതും വിദ്യാർത്ഥികൾ, ശരിയാണല്ലോ, ഞങ്ങൾ പാസ്സാകുമോ തോൽക്കുമോ എന്നുള്ളത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? ലീനിയർ ശേഖരിച്ച പോലെ തന്നെ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് മുൻപുള്ള പരീക്ഷയുടെ റിസൾട്ടുകളും അവരുടെ പഠന സമയവും എല്ലാം നമ്മുടെ ലോജിക്കയും വാങ്ങി. എന്നിട്ട് അതെല്ലാം ഡാറ്റാ പോയിന്റുകളാക്കി ലോജിക്ക ഒരു എസ് ആകൃതിയിലുള്ള ഒരു വളഞ്ഞ വരയായിരുന്നു വരച്ചിരുന്നത്. അതിനാണത്രേ നമ്മൾ സിഗ്മോയിഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്.